നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. തകൃതി നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. ഷലോം ടെലിവിഷൻ ഒരുക്കുന്ന വിസ്മയകരമായ വിസ്മയ കാഴ്ചയിലേക്ക് പ്രിയ പ്രേക്ഷകരെല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. വിവിധ മാധ്യമങ്ങൾ ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിസ്മയം ജനിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു കല കൂടിയായ മാജിക്കിനെ തന്മയത്തമായിട്ട് ചെറിയ ചെറിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമാണ് ഈ വിസ്മയ കാഴ്ച എന്നുള്ളത്. ഇത് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം ചാനലായ ഷാലോം ടെലിവിഷനാണ്, നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ട് കാണണം, അതിലെ സന്ദേശങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, അതനുസരിച്ച് ജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്തുവാനൊക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. ഈ മാജിക് എന്ന് പറയുന്നത് ഒരു വിസ്മയകലയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് മറ്റെന്തെങ്കിലും ശക്തിയോ ഒന്നുമല്ല, പരിശീലനം കൊണ്ട് തന്നെയും അങ്ങനെ പല രീതിയിലൊക്കെ നമുക്കതിനെ രൂപപ്പെടുത്തി കാണിക്കുവാനായിട്ടൊക്കെ സാധിക്കുന്ന വിസ്മയമായ ഒരു കല. അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ കലയാണ്. മാജിക് എന്ന് പറയുന്ന ഒരു മാറ്റത്തിൻ്റെ കലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യജീവിതത്തിലും പ്രധാനമായിട്ടും ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റവും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റത്തിൻ്റെ കല, വിസ്മയകല നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ എന്ത് കാണും എന്ന് ചോദിച്ചാൽ ഒരു മാറ്റം തന്നെയായിരിക്കും നമ്മൾ കാണുക, അല്ലേ? ആ മാറ്റം നമ്മളെ ശ്രദ്ധാപൂർവ്വം നമ്മൾക്ക് ആ മാറ്റം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു കലാരൂപത്തെ ഈ രീതിയിൽ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. മാജിക്ക് ഇഷ്ടമാണല്ലോ, ഇഷ്ടമാണ്. ഓക്കെ, എന്നാൽ ഇതാ നോക്കാം എൻ്റെ കയ്യിലെ ഇതൊരു ചെറിയൊരു പൂച്ചണ്ടാണ് അല്ലേ? പൂവുണ്ടോ ഇതില്? ഇല്ല. ഇതിലൊരു പുഷ്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹാരിതയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ? ഇല്ലാത്ത പൂച്ച ഉണ്ടെന്ന് കൊള്ളാം. യെസ്, ഇതിലേത് കളർ പൂ വേണം? ചുവപ്പ്, പിന്നെ മഞ്ഞ, പിന്നെ നീല, പിന്നെ പറയൂ. റോസ്, പിന്നെ പച്ച, വെള്ള, പിന്നെ അത്ര തീർന്നു, കളർ തീർന്നു. എന്തായിരുന്നാലും നമ്മൾ ഒന്ന് ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം അല്ലേ? ആഗ്രഹം എന്ന 3 അക്ഷരമുണ്ടെങ്കിൽ നമുക്ക് ആരുമായി തീരാൻ, പഠിച്ചു വരാൻ പറ്റും, അങ്ങനെ എല്ലാ രീതിയിലും നന്മ ചെയ്യാൻ പറ്റും, കുടുംബത്തിലൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും, അനുസരിക്കാൻ പറ്റും, ശരിയല്ലേ? മാതാപിതാക്കന്മാർക്ക്, പിന്നെ സ്കൂളിൽ ചെന്നാൽ നല്ല കുട്ടികളായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും, സമൂഹത്തിൽ നന്നായിട്ട് അത് ആഗ്രഹമാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹമാണ് അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഇത് നോക്കുക. അപ്പം നമ്മുടെ കൊച്ചു ജീവിതം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിർത്തുക. കാരണം നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടാവിൻ്റെ മുമ്പിൽ വിനയത്തോടെ എളിമയോടെ നിൽക്കുക. ഈ എളിമ പ്രധാനപ്പെട്ടതാണ് അല്ലേ?
എളിമ ഏതൊരു മനുഷ്യൻ, മുൻ രാഷ്ട്രപതിമാരെയൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ എത്ര എളിമയുള്ള മനുഷ്യരായിരുന്നു അല്ലേ. അങ്ങനെ ഒത്തിരി മഹാത്മാക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഗാന്ധിജി അല്ല അങ്ങനെയുള്ളവരൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിലൊരു എളിമ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ എളിമ ഉദാഹരിക്കുന്നത് ഞാൻ പിടക്കോഴി മുട്ടയിടാൻ വേണ്ടിയൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ, വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ ഒരു ഒച്ച കേൾപ്പിച്ച് നടക്കും. അയ്യോ ഈ പിടക്കോഴി എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോൾ വിറക് പെരയുടെയോ അല്ലെങ്കിൽ വൈക്കോല കൂട്ടിയിരിക്കുന്നതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നൊരു കൊച്ചു മുട്ടയിടും അല്ലേ. മുട്ടയിട്ട് കഴിയുമ്പോഴോ കോഴി ഒരു അനൗൺസ്മെൻ്റ്, ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ മുട്ടയിട്ടേന്ന് പറഞ്ഞ് അല്ലേ. കൊച്ചു മുട്ടയിട്ട കോഴിയുടെ ഒച്ച കേട്ടില്ലേ. എന്നാൽ വലിയ ഇച്ചിരി വലുതാണ് പൊതുവെ താറാവ് മുട്ട അല്ലേ. താറാവ് ഇങ്ങനെ പാടത്തുകൂടി തീറ്റിന്നുകൊണ്ട് നടക്കാം. അപ്പോൾ താറാവ് മുട്ടയിടുന്ന ഒച്ച കേട്ടോളാം, കേട്ടോളാം. അപ്പോൾ പാടത്തുകൂടി തീറ്റിന്നുകൊണ്ട് വരുമ്പോൾ മുട്ടയിടും. മുട്ടയിട്ടു താറാവ്. എപ്പോഴാ മുട്ടയിട്ട് ഒച്ച കേട്ടോ? ഇല്ല. കേൾക്കണേ കേട്ടോളൂ, ശ്രദ്ധിച്ചിരുന്നോളാം. റെഡി 1 2 3 ടൈമിങ് കൊടുക്കും, ശ്രദ്ധിച്ചോളാം കേട്ടോ. റെഡി 1 2 3. അതാണ് താറാവ് മുട്ടയിടുമ്പോഴുള്ള ഒച്ച. അപ്പോൾ കൊച്ചു മുട്ടയിട്ട കോഴിയുടെ ഒച്ചയും കേട്ടു, താറാവ് മുട്ടയിടുമ്പോഴുള്ള ഒച്ചയും കേട്ടു അല്ലേ. എത്രമാത്രം ഉന്നതനാകുന്നു അത്ര എളിമപ്പെട്ടുകൊള്ളുക. അപ്പം നമ്മുടെ ജീവിതം, നമ്മൾ ആദ്യം പറഞ്ഞു റെഡ് പൂ വേണമെന്ന് പറഞ്ഞു, ഇത് നോക്കിയിരുന്നോളൂ, ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മൾ ദൈവത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആഗ്രഹത്തോടുകൂടെ ഒരു ചുമന്ന പൂവ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നല്ല റിസൾട്ടായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും. ഈ പൂവ് ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ. ആഗ്രഹത്തെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആഗ്രഹം ഇതാ കണ്ടോ, ശരിയല്ലേ. ഒരു ചുവന്ന പൂ വേണമെന്നല്ലേ പറഞ്ഞു. ഇനി ആ ചുവന്ന പൂ വേണമെന്ന് പറഞ്ഞ ആരായിരുന്നു? ആർക്കാ വേണ്ടത്? ആർക്കാ വേണ്ടേ? ഓക്കെ, വേണ്ടൊരു കൈ വെക്ക. യേശ്. ഇപ്പം ചോദിക്കുന്നൊക്കെ തരുന്ന ഉദ്യോഗസ്ഥനാണോ ദൈവം? അല്ല അല്ലേ. എന്തായിരുന്നാലും രണ്ടാമത് എന്താ പറഞ്ഞ്? മഞ്ഞപ്പൂ വേണമെന്ന് പറഞ്ഞല്ലേ. ശരിയല്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നോ? പറഞ്ഞു എന്നുള്ളത് സത്യമല്ലേ. ഓക്കെ, അപ്പം മഞ്ഞപ്പൂ വേണമെന്ന് പറഞ്ഞു. ഇതാ മഞ്ഞപ്പൂവ് കണ്ടോ. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നല്ല നല്ല ആഗ്രഹങ്ങൾ നമുക്ക് വേണം, സ്വപ്നങ്ങൾ വേണം. രാത്രി കിടന്ന് കൂർക്കം വലിച്ചുള്ള സ്വപ്നം അല്ല, അല്ലാതെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കൊന്നും കടന്നു ചിന്തിക്കാൻ പോവുക. ഞാനിവിടെ ഒരു ബോക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എത്ര വശങ്ങളുണ്ട് പറയൂ? 3. എത്ര വശമുണ്ട്? പെട്ടെന്ന് പറ. 3 വശങ്ങൾ ഈ ബോക്സിനുണ്ട് അല്ലേ. അത് നമുക്ക് അച്ഛൻ, അമ്മ, മക്കൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ ആക്കാനായിട്ട് പറ്റും. 3 വശങ്ങൾ. ഈ 3 വശങ്ങളിലുള്ള ബോക്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് തുറന്നൊക്കെ കാണിക്കാൻ പോവുക ഞാൻ നിങ്ങളെ കേട്ടോ. ഒന്ന് തുറന്ന് കാണിക്കുക, പെട്ടെന്ന് കാണിക്കുക, ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളാം. 3 വശങ്ങൾ ബോക്സ്. 3 വശങ്ങൾ കണ്ടോ? ഇല്ല, കണ്ടില്ല അല്ലേ. 3 വശങ്ങൾ നന്നായിട്ട് നോക്കണം. ഇത് നമ്മുടെ ഹൃദയമാണ്. ദൈവം വന്ന് ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടുന്നതായിരിക്കാം. ഇതാ കണ്ടല്ലോ, 3 വശം കണ്ടോ? കണ്ടു. ഞാനിത് അടയ്ക്കാൻ പോവുകയാണ്, നോക്കിയിരിക്കാൻ. ഇപ്പോൾ ബോക്സിന് 3 വശങ്ങൾ ഞാൻ കാണിച്ചതാണ്. ഇത് നമ്മുടെ ജീവിതമാണ് കേട്ടോ, നമ്മുടെ കൊച്ചു ജീവിതമാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നന്മകളാണ് പുറത്തേക്ക് വരേണ്ടത്. ശരിയാണോ? നമ്മുടെ പ്രവൃത്തിയിലൂടെ, സംസാരത്തിലൂടെ എന്ത് പുറത്തേക്ക് വരണം? നന്മകൾ പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ നമ്മൾ ബൈബിളിലൊക്കെ കാണുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നൊക്കെ പറയുന്ന പോലെ നന്മകൾ ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് വരണം. അപ്പോൾ ഈ നന്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് സൗമ്യതയുള്ളൊരു പക്ഷി പ്രാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങിയാൽ അല്ലേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പറയൂല്ലോ, ബൈബിളിൽ വായിക്കാറില്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിങ്ങനെയുള്ള ആ ഫലങ്ങൾ നോക്കിയേ, ആ ഫലങ്ങൾ. അപ്പോൾ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക. ഫലങ്ങളെന്ന് പറയുന്നത് വിവിധങ്ങളായ ഫലങ്ങൾ കണ്ടോ, ഇങ്ങനെ ഒരു സന്തോഷാനുഭവമല്ലേ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ബോർഡ് ഇതൊക്കെ പരിശോധിച്ചു. അപ്പോൾ നമ്മൾ ഈ ഫലങ്ങൾ ഒറ്റവട്ടത്തിൽ കണ്ടില്ലേ പോലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം ഫലങ്ങൾ പുറത്തേക്ക് വരണം. വീണ്ടും നമ്മൾ ബൈബിളിലേക്ക് കടന്നാൽ യേശുതമ്പുരാൻ പറയുന്നില്ലേ, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളും, എന്നോട് ചേർന്നിരിക്കുന്നവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കും, ചേർന്നിരിക്കാത്തവൻ എന്ത് ഉണക്കക്കമ്പ് പോലെ വെട്ടിയെറിയപ്പെടും. അങ്ങനെ ധാരാളം ഫലങ്ങൾ കണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഫലങ്ങൾ.
അപ്പോൾ ഫലങ്ങളുള്ള ജീവിതം ശരിയാണോ? മുന്തിരി ചെടിയല്ലോ ഞാൻ, നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. പൂത്തു തളിർത്തോ? ഇത്ര നാൾ ജീവിച്ചില്ലേ? പൂത്തു തളിർക്കാൻ നല്ല ഫലങ്ങൾ കേട്ടോ. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. നോക്കിയേ, ആപ്പിളും ഓറഞ്ചും മാത്രമല്ല, ഉണ്ടോ ധാരാളം ഫലങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഒന്ന് ഓർത്ത് നോക്കിയേ, തുറന്ന് കാണിച്ച ആ രംഗമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ ധാരാളം ഫലങ്ങൾ, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല വ്യക്തിത്വമുള്ള കുഞ്ഞുങ്ങളായിട്ടൊക്കെ വളർന്നു വരുന്നതല്ലേ നല്ലത്? അല്ലേ? അതോ മോശമായ പ്രകൃതിയിലേക്ക് പോകുന്നതാണോ? അല്ല അല്ലേ? അപ്പം നമ്മുടെ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഫലങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ തീരുമാനം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് നമ്മളെവിടെ ചെന്നാലും, ആരുടെ അടുത്ത് ചെന്നാലും അവർക്ക് ഒരു ശല്യമാകരുത്, അവരുടെ കുറ്റം പറയരുത്, അവർക്ക് അനുഗ്രഹമാകുക. അപ്പോൾ എൻ്റെ സംസാരം കണ്ടോ, ഈ കൊച്ചു നാവ് കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ, നന്മ കണ്ട് പ്രോത്സാഹിപ്പിക്കുക അല്ലേ? നല്ലതായ കാര്യങ്ങളൊക്കെ കണ്ടാൽ അത് നല്ലതാണ് പപ്പ, നല്ലതാണ് മമ്മി, അല്ലെ നല്ലതാണ് ടീച്ചറെ, നല്ലതാണ് കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് നന്മ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ ആ നന്മയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുള്ളൂ അല്ലേ? ശരിയല്ലേ? അല്ലാതെ നന്മ പുറത്തേക്ക് വരില്ല. അപ്പോൾ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നന്മ ചെയ്യുന്നവരായി നമുക്ക് മാറാൻ കഴിയട്ടെ അല്ലേ? നന്മ ചെയ്യുന്നവരുടെ ഒരു നല്ല തലമുറ തന്നെ വരട്ടെ. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളൊക്കെ ആയിട്ട് അല്ലേ? ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇപ്രകാരം നന്മ ചെയ്യുന്ന നല്ല മക്കളായി തീരട്ടെ എന്നുള്ള ഒരു ആശംസയും പ്രാർത്ഥനയും നേരുകയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മുടെ പ്രിയ കൂട്ടുകാരെ സ്നേഹിക്കണമല്ലോ. ഷെയ്ക്ക് കൊടുത്ത് നമ്മൾ പറയുകയാണ്, നന്മ ചെയ്യുക, പറ. നല്ല കുട്ടികളായിട്ട് വളർന്നു വരിക. ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തലേ കൈവച്ചൊരു അനുഗ്രഹം കൊടുത്തേരെ. എഴുതുകയുണ്ടാണോ? ഓക്കെ. താങ്ക് യു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കുക്കറി ക്ലാസ്സുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ ഐറ്റമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് പായസം. എല്ലാവർക്കും നല്ല നേരത്തും മോശം നേരത്തും ഇഷ്ടമുള്ളൊരു സാധനമാണ് പായസം. അപ്പോൾ ഇന്ന് നമുക്ക് തീയുടെ ഉപയോഗം വളരെയധികം കുറച്ച്, ഉപയോഗമില്ലാതെ തന്നെ എന്ന് പറയുന്ന പോലെ നമുക്കൊരു പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നാം പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിലുള്ളതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്കൊരു പായസം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഏകദേശം 4 മുതൽ 4-5 ആൾക്കാരുള്ള ഒരു ഫാമിലിയിൽ പ്രിപ്പയർ ചെയ്യാവുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു പായസക്കൂട്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ കുറേയധികം ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്കിതൊരു ആഘോഷമാക്കി മാറ്റാം. അപ്പോൾ പായസം പ്രിപ്പറേഷന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമുക്ക് തേങ്ങ വേണം. നമ്മളൊരു തേങ്ങ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു പാല് പിഴിഞ്ഞെടുക്കുക. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പാല് പിഴിഞ്ഞെടുക്കുക. ഏകദേശം ഒരു 3 തേങ്ങയോളം നിങ്ങൾ ഉപയോഗിക്കുക. 3 തേങ്ങയുടെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ പാല് പ്രിപ്പയർ ചെയ്യുക. അതിൽ 1-ാം പാലും 2-ാം പാലും നമുക്ക് കിട്ടും. ആദ്യം കിട്ടുന്ന ഫ്രഷ് വെള്ളം ചേർക്കാത്ത പാലിനാണ് നമ്മൾ പറയുന്നത് 1-ാം പാലെന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, 1-ാം പാല്. അതിനുശേഷം നമ്മളതേ കോക്കനട്ട് ഗ്രേറ്റിങ്സ് തന്നെ ഒന്നും കൂടെ പിഴിയും. അതിനെയാണ് 2-ാം പാലെന്ന് പറയുന്നത്. ഈ പാത്രത്തിൽ നമ്മൾ 2-ാം പാല് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കാം. അതിനടുത്തായിട്ട് നമുക്ക് ആവശ്യം വരുന്നതാണ്, ആവശ്യത്തിന് മധുരം ചേർക്കാൻ വേണ്ടി ഇവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കും. പിന്നീട്
ഓരോരോ ഐറ്റംസ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. അടുത്തായിട്ട് നമ്മൾ പഴം, ഇതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഏത്തപ്പഴമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളതിനെ ശർക്കര പാനിയിലൊന്ന് ഇത് ചെയ്തിട്ടുണ്ട്, ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അടപ്രഥമൻ കഴിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ പാനിയിൽ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അലിഞ്ഞു പോയില്ല. അപ്പോൾ സാധാരണഗതിയിൽ പായസം കഴിക്കുന്ന സമയത്ത് നമുക്കൊരു കരുകരുപ്പ്, അതിലെന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കണം എന്നാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് ഉള്ളത്. അത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ശർക്കര പാനിയിലൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈത്തപ്പഴം. അതും ഏകദേശം ഒരു 250 ഗ്രാമോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞ് വാഷ് ചെയ്ത് കുരു കളഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നതാണ് കുറച്ച് ആപ്പിളിൻ്റെ കട്ടിങ്സ് നമ്മൾ ഇടുന്നുണ്ട്. ആപ്പിൾ കട്ടിങ്സ് ആണ് ഇതിലുള്ളത്. ഏറ്റവും ടോപ്പിംഗ് ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് കാഷ്യൂനട്ട് വറുത്തതും മുന്തിരി, നമ്മൾ സീഡ്ലെസ് മുന്തിരി, ഉണങ്ങിയ മുന്തിരി വറുത്തിടുന്നൊരു സംവിധാനമുണ്ട്. അതാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഏലക്ക പൊടിച്ച് ചേർക്കും, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പായസത്തിൻ്റെ പ്രിപ്പറേഷൻ നടത്താം. ആദ്യമായിട്ട് നമ്മൾ മിക്സി റെഡി ആയിട്ട് വെക്കണം. മിക്സിയുടെ ജാർ എടുക്കുക. വലിയ ജാറിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഈത്തപ്പഴം നമ്മളതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് നമുക്ക് സ്വല്പം രണ്ടാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാം പാല് ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിനൊന്ന് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രണ്ടാം പാലിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ സൗകര്യത്തിനായിട്ട് രണ്ടാം പാലെടുത്ത പാത്രം തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത്. നമുക്കിവിടെ പായസ മിക്സ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ക്രീമി ആയിട്ട് അടിച്ചെടുത്ത ഈത്തപ്പഴ മിക്സ് നമ്മൾ രണ്ടാം പാലിലേക്ക് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ പായസ മിക്സുകൾ അതിലേക്ക് കൂട്ടുന്ന എല്ലാം നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മളുടെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൂട്ടുകാരെ, നമ്മളുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ടോപ്പിങ്സ് ആയിട്ടുള്ള മുന്തിരിയും കാഷ്യൂനട്ടും നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തായി നമ്മൾ ഒരു നുള്ള ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ഓൾറെഡി ഒരു മധുരം ഉണ്ട്, എങ്കിൽ കൂടെ നമുക്കൊന്ന് മധുരം ചെക്ക് ചെയ്യാം.
അടുത്തായിട്ട് മധുരം കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വല്പം മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള മധുരം ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഫൈനൽ ടച്ചിങ്ങിന് നമുക്ക് 1-ാം പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളുടെ ഫ്രൂട്ട് പായസം തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതോടുകൂടി ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ നേരം തണുത്തതിന് ശേഷം കൂളായിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളുടെ പഴപ്പായസം തയ്യാറായി കഴിഞ്ഞു. നമ്മളിതിൽ തീയുടെ ഉപയോഗം ചെറിയ തോതിലെങ്കിലും നടത്തിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ശർക്കര ഒരുക്കുന്നതിന് വേണ്ടി നമ്മളുടെ മുന്തിരിയും കാഷ്യൂനട്ടും ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തീ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് പാരൻസിൻ്റെ സഹായം കൂടി അതിൽ തേടുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ അടുപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ കുട്ടികളായി നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പാരൻസിൻ്റെ സഹായം കൂടെ അതിൻ്റെ കൂടെ ചേർത്തുക. അവർക്കും അതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും നിറയെ ഉണ്ടാവട്ടെ. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പഴപ്പായസം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കും അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മതി, നിർത്ത്. ഇത്രമാത്രം ദ്രോഹിക്കാൻ ഇവൻ എന്തു തെറ്റാ ചെയ്തത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ കണ്ടത് ഒരു തെരുവ് നാടകത്തിലെ ഒരു രംഗമാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നല്ല തിരക്കുള്ള റോഡുകളിലും ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തൊക്കെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കുറേ പേര് ഓടി വന്ന് നാടകം കളിക്കുന്നത്. തെരുവുകളിൽ കളിക്കുന്ന നാടകമായതുകൊണ്ടാണ് ഇതിനെ തെരുവ് നാടകം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ ബസ് കയറാനോ അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പോകുന്ന സമയമായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുനിന്ന് ഒരാൾ ഓടി വന്ന് അലറി വിളിച്ച് ചിലപ്പോൾ റോഡിൻ്റെ നടുവിൽ വന്ന് കിടക്കും. മറ്റൊരാൾ അദ്ദേഹത്തെ തല്ലാനോ അടിക്കാനായിട്ട് ഓടി വരുന്ന പോലെ നമുക്ക് തോന്നും. അവിടെ കിടന്ന് അയ്യോ രക്ഷിക്കണേ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പേടിച്ച് വിറച്ച് എല്ലാ ആൾക്കാരും അവിടേക്ക് കൂടും. ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ നാടകം കളിക്കാനുള്ള കുറേ പേര് ഈ ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രത്യേക ഡ്രസ്സ് ഇട്ടിട്ട് കടന്നു വരും. അവരവരുടെ നാടകം തുടങ്ങും. കൂട്ടുകാരെ, ചില പ്രത്യേക ആശയങ്ങൾ സമൂഹത്തിന് വളരെ പെട്ടെന്ന് കൊടുക്കാനായിട്ട് തെരുവുകളിലൊക്കെ നടത്തുന്ന നാടകമാണ് തെരുവ് നാടകം. വളരെ രസകരമായിട്ടുള്ള, വളരെ പെട്ടെന്ന് ആശയങ്ങൾ കൈമാറാനായിട്ട് പറ്റുന്ന, വളരെ പെട്ടെന്ന് ആളുകളെ ഒരുമിച്ച് ചേർക്കാനായിട്ട് പറ്റുന്ന ഒരു മാധ്യമമാണ് തെരുവ് നാടകം എന്ന് പറയുന്നത്. കൂട്ടുകാരെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ് തെരുവ് നാടകം എന്ന് പറയുന്നത്. തെരുവിൽ നിന്ന് പെട്ടെന്ന് ഓടിക്കൂടുന്ന ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമായതുകൊണ്ട് അതിനധികം ചിലവൊന്നുമില്ല. കുറച്ച് ഒരുപോലത്തെ വസ്ത്രങ്ങളിട്ട് അഭിനയിക്കാനായിട്ട് കഴിയുന്നവർ മുന്നോട്ട് വന്ന് അവരുടെ ആശയം സമൂഹത്തിൽ പങ്കുവെച്ച് അവർ പിൻവാങ്ങും. അപ്പോൾ നമുക്കെല്ലാവർക്കും കളിക്കാനും ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരു കലാരൂപമാണ്
തെരുവ് നാടകം. അതിൻ്റെ ഏകദേശ രീതിയാണ് ഞാനിനി പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് തെരുവിൽ കളിക്കുന്ന നാടകമായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് മേക്കപ്പിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അവർ എന്ത് വസ്ത്രമാണോ ഇടുന്നത് അതേ വസ്ത്രമിട്ടിട്ട് തന്നെയായിരിക്കും അവർ നാടകം കളിക്കാനായിട്ട് വരിക. പിന്നെ രംഗസജ്ജീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല, മൈക്ക് വെക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആശയങ്ങൾ അഭിനയ രൂപത്തിൽ, ചില പ്രത്യേക താളങ്ങളുടെ രൂപത്തിൽ, പാട്ടുകളുടെ രൂപത്തിൽ സൂത്രധാരൻ എന്ന് പറയുന്ന കഥാഗതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള് അത് അവരുടെ മുൻപിൽ അവതരിപ്പിക്കും. ഇതാണ് തെരുവ് നാടകത്തിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. തെരുവ് നാടകത്തിൻ്റെ ഏറ്റവും ആകർഷകമായ കാര്യം എന്ന് പറയുന്നത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂത്രധാരൻ്റെ രംഗപ്രവേശനവും അദ്ദേഹം കഥയെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ തെരുവ് നാടകത്തിൽ പങ്കെടുക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് കോറസ് എന്ന് പറയുന്ന വിഭാഗം. അവരുടെ പ്രത്യേകമായിട്ടുള്ള താളങ്ങളും പ്രത്യേകമായിട്ടുള്ള പാട്ടുകളും കാണികളെ മുഴുവൻ രസിപ്പിക്കും, ചിന്തിപ്പിക്കും. തെരുവ് നാടകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അവരൊരുമിച്ച് പറയുന്ന ഡയലോഗുകളാണ്. നമുക്കറിയാം തെരുവ് നാടകം നടക്കുന്നത് തെരുവിലായതുകൊണ്ട് പ്രത്യേകിച്ച് സ്റ്റേജൊന്നുമില്ല. എവിടെയാണോ കാണികൾ നിൽക്കുന്നത് ആ സ്ഥലം മുഴുവൻ അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജാണ്. ചുറ്റിലുമായിരിക്കും കാണികൾ നിൽക്കുക. അതുകൊണ്ട് തന്നെ വൃത്താകൃതിയിലും അല്ലെങ്കിൽ നേരെയായിട്ടൊക്കെ അതിൽ അഭിനയിക്കുന്ന കോറസ് നിൽക്കും. അതിനനുസരിച്ച് അവർ ഡയലോഗുകൾ പറയും കാണികളെ നോക്കി. അതുപോലെ തന്നെ ശബ്ദ ക്രമീകരണങ്ങൾ, ഉറക്കെ പറയേണ്ട ഡയലോഗുകൾ ഒരുമിച്ച് ചേർന്ന് ഉറക്കെ പറയും. ഒപ്പം തന്നെ ഒരേ വ്യക്തി തന്നെ കോറസിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ നായകനാകുന്നത്, അതിൽ മറ്റൊരു വ്യക്തിയായിരിക്കും നായികയാവുന്നത്. പ്രത്യേകിച്ച് മേക്കപ്പുകളില്ല, അവർക്ക് പ്രത്യേകിച്ച് വേഷവിധാനങ്ങളില്ല, രംഗ സജ്ജീകരണങ്ങളില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആശയം അവതരിപ്പിച്ച് അവർ പിൻവാങ്ങും. തെരുവ് നാടകത്തിൻ്റെ ശക്തിയും അതിൻ്റെ ഭംഗിയും അതിലഭിനയിക്കുന്ന കോറസാണ്. അവരൊരുമിച്ച് എങ്ങനെ ഡയലോഗ് പറയുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അതിൻ്റെ വിജയം. നമ്മളിപ്പോൾ ഇവിടെ കോറസിൻ്റെ ഒരു വർക്കാണ് കാണാനായിട്ട് പോകുന്നത്. ഇതാണ് തെരുവ് നാടകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. തെരുവ് നാടകത്തിൽ ഈ കോറസ് രംഗത്തേക്ക് വരുന്നതും പോകുന്നതും ചില വായ്ത്താരികൾ ഉരുവിട്ടുകൊണ്ടും ചില പ്രത്യേകമായിട്ടുള്ള സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടാണ്. നമുക്കത് കുറച്ച് കാണാം. അപ്പോൾ ഇതുപോലുള്ള കേൾക്കാൻ ഇമ്പമുള്ള വായ്ത്താരികളും ചില സ്റ്റെപ്പുകളുമായിട്ട് രംഗത്തേക്ക് വന്ന് ഓഡിയൻസിനെ മുഴുവൻ അവരിലേക്ക് ആകർഷിച്ച് വളരെ എളുപ്പത്തിൽ അവരവരുടെ കഥ പറഞ്ഞ് അവർ തിരിച്ചു പോകും. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കലാരൂപമാണ്. തെരുവുകളിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ അവരുടെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ഒരു കലാരൂപമാണ് ഈ തെരുവ് നാടകം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് തെരുവ് നാടകങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാം, മനസ്സിലാക്കാം, അതിൽ ഒരാശയമുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. എല്ലാവർക്കും നന്ദി.